ഇന്ന് നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് എൻട്രി ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിലെ കോമ്പൗണ്ട് എൻട്രീനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ജേർണൽ എൻട്രീസും എന്താണ് അതിൻ്റെ മീനിങ് എന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. എ കോമ്പൗണ്ട് എൻട്രി ഈസ് എ ജേർണൽ എൻട്രി വേർ മോർ ദാൻ 2 അക്കൗണ്ട്സ് ആർ ഇൻവോൾവ് ഇൻ എ സിംഗിൾ ട്രാൻസാക്ഷൻ. ആ കോമ്പൗണ്ട് എൻട്രി എന്ന് പറഞ്ഞ ഒരു ജേർണൽ എൻട്രി ആണത്. ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ തന്നെ 2ൽ കൂടുതൽ അക്കൗണ്ട്സ് ഇൻവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. അത് ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ഹാവ് 1 ഡെബിറ്റ് ആൻഡ് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് ഓർ മൾട്ടിപ്പിൾ ഡെബിറ്റ് ഓർ 1 ക്രെഡിറ്റ്. എന്താ പറയുന്നത്, ചിലപ്പോൾ ഒരു ഡെബിറ്റ് ആയിരിക്കുക ഉണ്ടാവുക, പക്ഷേ ക്രെഡിറ്റിൽ 2 അക്കൗണ്ട്സ് ഉണ്ടായിരിക്കാം. പക്ഷേ ചിലപ്പോൾ 2 ഡെബിറ്റ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും ഒരു ക്രെഡിറ്റോ ഉണ്ടായിരിക്കുമല്ലോ. അതിനാണ് നമ്മൾ എന്ത് പറയുക, കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയാം. സാലറി പെയ്ഡ് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി നമ്മൾ പേ ചെയ്തത് ക്യാഷ് ഉപയോഗിച്ചിട്ടും ബാങ്ക് ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ സാലറി പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻട്രി എങ്ങനെ വരിക, സാലറി പേ ചെയ്തിട്ടുള്ളതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ക്യാഷിൽ പേ ചെയ്തിട്ടുള്ളത് 4,000 രൂപ, ബാങ്കിൽ പേ ചെയ്തിട്ടുള്ള 6,000 രൂപ. അപ്പോൾ ജേർണൽ എൻട്രി എന്താ വരിക, സാലറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. സാലറിയിൽ എത്ര വരും, 10,000 രൂപ വരും. ക്യാഷിൽ എത്ര വരും, 4,000 വരും. ബാങ്കിൽ എത്ര വരും, 6,000 വരും. എന്തുകൊണ്ട് സാലറീനെ ഡെബിറ്റ് ചെയ്തു, എക്സ്പെൻസ് എന്ത് ചെയ്തു, കൂടി. എക്സ്പെൻസ് കൂടിയെന്ന് വെച്ചെങ്കിൽ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ക്യാഷും ബാങ്കും എന്താണ്, അസറ്റാണ്. അസറ്റ് എന്താ ഉണ്ടായിട്ടുള്ളത്, കുറയാണ് ചെയ്തിട്ടുള്ളത്, ഇന്ന് പോവല്ല ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പം എന്നെ മനസ്സിലായില്ലേ? ഈ ഒരു ട്രാൻസാക്ഷനിൽ നോക്കിയേ, ഡെബിറ്റിൽ ഒരു ഇത് എൻട്രി വന്നിട്ടുള്ളൂ, പക്ഷേ ക്രെഡിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 2 അക്കൗണ്ട്സ് വന്നു. രണ്ടാമത്തത് നോക്കാം. ഗുഡ്സ് പർച്ചേസ്ഡ് പാർട്ട് ക്യാഷ് പാർട്ട് ക്രെഡിറ്റ്. ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള എത്രയാണ്, 15,000 രൂപയ്ക്ക്. ക്യാഷായിട്ട് 5,000 രൂപയിലും ക്രെഡിറ്റായിട്ട് രാമിൽ നിന്ന് എത്രയാണ്, 10,000 ആയിട്ട്. അപ്പോൾ എൻട്രി എന്ത് വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര, 15,000 ടു ക്യാഷ് 5,000 ടു റാം 10,000. 1 ട്രാൻസാക്ഷൻ എഫക്റ്റ് ദി മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്.